ശ്രീ ദിനേശ് പെരുമണ്ണ കൂടി നമുക്കുണ്ട്. ഹർഷീന സമരസമിതിയുമായി ബന്ധപ്പെട്ട ആളാണത്. ശ്രീ ദിനേശ് പെരുമണ്ണ, ഇപ്പോൾ ഹർഷീന നീതിക്ക് വേണ്ടി പോരാടും നമ്മൾ കണ്ടതാണ്. ഹർഷീനയ്ക്കൊപ്പമാണ് ഞങ്ങളുടെ നിലപാട്, ആരോഗ്യ വകുപ്പിൻ്റെ നിലപാട്, സർക്കാരിൻ്റെ നിലപാടെന്ന് ആരോഗ്യമന്ത്രി പറയുന്നതുമൊക്കെ ആവർത്തിച്ച് ഇപ്പോൾ അതൊരു പരിഹാസ രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. ഒന്നും നടന്നില്ല അല്ലേ? ഈ സഹോദരിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയാണ് ഞങ്ങള്. ഒരു സമരമുഖവും ഇങ്ങനെ കേൾക്കാറില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ ആ സഹോദരി സമരപന്തലിലേക്ക് കടന്നു വന്നപ്പോൾ എത്തിച്ചേർന്ന ഒരു സഹപ്രവർത്തകനാണ് ഞാൻ, പൊതുപ്രവർത്തകനാണ്. അന്ന് ഏറ്റെടുത്തതാണ് ഈ സമരം. 3 വർഷമായി ഈ സഹോദരിക്ക് വേണ്ടിയിട്ടുള്ള നീതിക്കായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ പോരാടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 5 വർഷക്കാലമാണ് ഹർഷിന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ അവരുടെ വയറ്റിലകപ്പെട്ട കത്രിക 5 വർഷത്തിന് ശേഷം ശസ്ത്രക്രിയ ചെയ്ത് പുറത്തെടുത്തു. ഞാൻ ഞെട്ടുകയാണ്. ഇതേ ഫോട്ടോയാണ്, ഇതേ റിപ്പോർട്ടാണ്, ഇതേ സ്കാനിങ് റിപ്പോർട്ടാണ് ഹർഷിനക്ക് വന്നിട്ടുള്ളത്. ആർട്ടറി ഫോർസെപ്സ് എന്ന് പറയുന്ന പ്രസവ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഈ കത്രിക ഇതുതന്നെയാണ് ഞങ്ങളുടെ സഹോദരി ഹർഷിനയുടെ വയറ്റിൽ അകപ്പെട്ടത്. ഇവിടെ സലാം എന്ന് പറയുന്ന MLA അദ്ദേഹം കേൾക്കുന്നുണ്ടോ എന്റെ വാക്കുകൾ? ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ ഈ ഹർഷനയുടെ വയറ്റിൽ നിന്ന് കത്രികയെടുത്ത് 5 വർഷം കഴിഞ്ഞപ്പോ നീതിക്കായിട്ടുള്ള സമരം നടത്തുമ്പോ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി ആ സമരപന്തലിൽ വരികയാ. ഒരു സമരപന്തലിലേക്കും സലാം MLA നിങ്ങളുടെ മന്ത്രി പോയിട്ടില്ല. ഞങ്ങളുടെ സമരപന്തലിലേക്ക് ഈ മന്ത്രി വരികയാണ്. ഹർഷിനയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറയുക, ഞാൻ ഒരു അമ്മയാണ്, ഞാൻ ഒരു സ്ത്രീയാണ്. ഹർഷിനക്ക് സംഭവിച്ചത് ഒരാൾക്ക് സംഭവിക്കാൻ പാടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് വിളിച്ച് ഞങ്ങളെ ചർച്ച നടത്തുകയാണ്. KK രമ MLA സാന്നിധ്യത്തിൽ, സമരസമിതി ചെയർമാൻ എന്നുള്ള നിലക്ക് ഞാനും. ആ ഹർഷിനക്ക് അവിടെ വെച്ച് പറഞ്ഞത് ഇതാ, നീതി ഉറപ്പാക്കുമെന്ന. പക്ഷെ ആ നീതി ഉറപ്പായില്ല. അങ്ങയുടെ വാക്കുകളിൽ തന്നെ ഉണ്ട്, ആ നീതി ഉറപ്പായില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട സങ്കടകരമായ ഒന്നാണ്.